الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم افتح بالخير واجعل عاقبة أمورنا خير اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി പുറപ്പെട്ടത് ഒരു കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചായിരുന്നു. ആരുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവട സംഘം? അബൂ സുഫിയാൻ, പിന്നീട് മുസ്ലിമായ അദ്ദേഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കച്ചവട സംഘം. ആ കച്ചവട സംഘം അബൂ സുഫിയാൻ വളരെ ബുദ്ധിപൂർവ്വം റസൂലുള്ളാഹി തങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി റൂട്ട് മാറ്റി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ റസൂലുള്ളാഹിക്ക് ആരെയാണ് നേരിടേണ്ടത്? അബൂജഹലിനെ സംഘത്തെയാണ്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ട ഉടനെ അബൂജഹലിന് കത്തെഴുതി, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. അഹങ്കാരിയായ അബൂജഹൽ യുദ്ധം വേണമെന്ന് നിർബന്ധം പിടിക്കുകയും തിരിച്ചു പോകാൻ വിസമ്മതിക്കുകയും ജുഹ്ഫ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും കോപ്പ് കൂട്ടിയിട്ട് അവർ യാത്ര ചെയ്ത് ബദറിലേക്ക് നീങ്ങുകയും ചെയ്തു. 1300 പേരുണ്ടായിരുന്ന കുഫാറുകൾ 300 പേർ അവിടെ വെച്ച് തിരിച്ചുപോയി. നമ്മൾ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, ഇനി അബൂജഹലിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ വാക്കിനൊപ്പിച്ച് തുള്ളാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞ് ബനൂ സുഹ്റ ഗോത്രത്തിൽപ്പെട്ട 300ഓളം പേര് തിരിച്ചു വന്നു. അപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ എത്ര പേരാണ് ഉള്ളത്? 1000 പേരാണ് ഉള്ളത്. അപ്പോൾ ഈ 1000 പേര് ബദറിനെ ലക്ഷ്യമാക്കി പോയി. അപ്പോൾ റമളാൻ 17-നാണ് ബദർ നടക്കുന്നത്. അത് വെള്ളിയാഴ്ച ദിവസമാണ്, ഇതേപോലത്തെ ഒരു വെള്ളിയാഴ്ച ദിവസം. 16 വ്യാഴാഴ്ച, 15 ബുധനാഴ്ച രാത്രി വാദി ലഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് റസൂലുള്ളാഹിക്ക് വിവരം ലഭിക്കുന്നത്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം രക്ഷപ്പെട്ടു പോയി. ഇനി തങ്ങൾക്ക് നേരിടാനുള്ളത് അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സൈനിക സന്നാഹവുമായിട്ട് വരുന്ന ഒരു സൈന്യത്തെയാണ് നമുക്ക് നേരിടാനുള്ളത് എന്ന വാർത്ത ലഭിക്കുന്നത് 15-ൻ്റെ അന്ന് രാത്രിയാണ്. ഇനി ഒരു രാത്രിയും കൂടിയേ ബാക്കിയുള്ളൂ, മറ്റന്നാളെ യുദ്ധമാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിൽ വന്ന പാവങ്ങളായ സഹാബാക്കൾ ഒരു കച്ചവട സംഘത്തിന് ലക്ഷ്യം വെച്ച് വന്നവരാണ്. അപ്പോൾ അവരുടെയും കൂടി അഭിപ്രായം അറിയണ്ടേ? അവർ തയ്യാറായാലേ റസൂലുള്ളാഹിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അങ്ങനെ വാദി ലഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി ഒരു മശൂറ വിളിച്ചു കൂട്ടി. സഹാബാക്കളോട് അഭിപ്രായം ആരാൽ, ഇനി നടക്കാൻ പോകുന്നത് ചില്ലറക്കാരിയല്ല, വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ആദ്യം തന്നെ എഴുന്നേറ്റിട്ട്, നബിയെ, അങ്ങ് എന്ത് ഉദ്ദേശത്തിനാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി അങ്ങ് പോയിക്കൊള്ളുക, ഞങ്ങൾ തയ്യാറാണ് എന്നൊരാൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞു. നബി തങ്ങൾ അറിയിച്ചു. ഇത്രയും ചരിത്രം കേട്ടതിൽ നിന്ന് അത് ആരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരായിരിക്കും ആദ്യം ഉത്തരം പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ് റസൂലുള്ളാഹിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹി വീണ്ടും സഹാബാക്കളോട് നിങ്ങൾ ഇനിയും അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതൊരാൾ ചാടിക്കയറി റസൂലുള്ളാഹിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങ് ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആ രണ്ടാമൻ ആരായിരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വീണ്ടും റസൂലുള്ളാഹി നിങ്ങൾ ഇനിയും അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് എന്താണ് പേടിക്കുന്നത്? ഞങ്ങൾ അങ്ങേ ധിക്കരിക്കുന്നാണോ? മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖായിദൂന. മൂസ, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ കൊണ്ടൊന്നും നടക്കൂല, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാമെന്നാണ് മൂസാ നബിയുടെ സമൂഹം പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ പറയുമെന്ന് അങ്ങ് വിചാരിച്ചത്? പക്ഷെ ഞങ്ങൾ പറയുന്നു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന മഅകുമാ മുഖാതിലൂൻ. നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, എവിടെ പോയി യുദ്ധം ചെയ്താലും, ഇല്ല ബർക്കിൽ ഖിമാദ്, ഭൂമിയുടെ അങ്ങേയറ്റത്തേക്ക് അങ്ങ് പോയി യുദ്ധം ചെയ്താലും ഞങ്ങൾ കൂടെ ഉണ്ടാവും, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിക്ക് തൃപ്തിയായില്ല. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, ജനങ്ങളെ, ഇനിയും നിങ്ങൾ അഭിപ്രായം പറ. എന്തിനാ വീണ്ടും വീണ്ടും ചോദിച്ചത്? ഈ മറുപടി പറഞ്ഞ 3 സഹാബാക്കളും മുഹാജിരീങ്ങളിൽപ്പെട്ട സഹാബാക്കളാണ്.
മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിൽ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ്. വീട് നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് റസൂലുള്ളാഹിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളാണ്. പക്ഷേ അൻസാറുകൾ അങ്ങനെയല്ല. അൻസാറുകൾ പണ്ട് അഖബയിൽ വെച്ച് റസൂലുള്ളാഹിയുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടപ്പം, ഉടമ്പടിയിൽ അവർ ഒപ്പുവെച്ചപ്പോൾ, കരാറിൽ ഒപ്പുവെച്ചപ്പം മദീനത്ത് വന്ന് ആരക്രമിച്ചാലും നബിതങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് അവർ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ മദീനക്ക് പുറത്ത് വെച്ച് നബിതങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് ആ ഉടമ്പടിയിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ മദീനക്ക് പുറത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കൽ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം റസൂലുള്ളാഹിക്ക് എന്തായാലും അറിയണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ബദറിന് മുമ്പ് ഏകദേശം 9ഓളം സൈനിക നീക്കങ്ങൾ റസൂലുള്ളാഹി നടത്തിയല്ലോ. ഇതിലൊന്നിലും ഒറ്റ അൻസാരി സഹാബി ഇല്ലായിരുന്നു. കാരണം എന്താ? മദീനക്ക് പുറത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അങ്ങനെ ഒരു കരാറോ ഉടമ്പടിയോ ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി എല്ലാ മുഹാജിരീങ്ങളെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പം റസൂലുള്ളാഹിക്ക് അവരുടെ ഈ അഭിപ്രായം അറിയൽ വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോഴാണ് മഹാനായ സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ചോദിച്ചു, വല്ലാഹി ലക അന്നക തുരീദുന യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, വീണ്ടും വീണ്ടും നിങ്ങൾ അഭിപ്രായം പറയാമെന്ന് നിങ്ങൾ പറയുന്നതിലൂടെ അങ്ങ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നല്ലോ, അൻസാരികളെ ഉദ്ദേശിക്കുന്നത്? നബി നിങ്ങൾ പറഞ്ഞു, അജൽ, അതെ, നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് എന്ന് പറഞ്ഞാൽ വെറും 5-6 വർഷം മാത്രം മുസ്ലിമായി ജീവിക്കുകയും അവസാനം മരിച്ച സമയത്ത് ഇഹ്തസ്സൽ അർശു ബിമൗതി സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദിൻ്റെ മരണം മൂലം അള്ളാഹുവിൻ്റെ അർശ് കിടുങ്ങിയെന്ന, വിറച്ചുന്ന, അത്രയും വലിയ മർത്തബയിലെത്തിയ സഹാബിയാണ്. ആ 5 വർഷം കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഫഖദ് ആമന്നാ ബിക് ഫസദ്ദഖ്നാക്. സമയമില്ലാത്തതുകൊണ്ട് അറബി ഫുള്ള് വായിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം വെക്കാം. അള്ളാഹിൻ്റെ റസൂലേ, അങ്ങ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചു, അങ്ങയെ ഞങ്ങൾ സത്യപ്പെടുത്തി, അങ്ങ് കൊണ്ടുവന്ന മുഴുവനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു, അങ്ങേക്ക് ഞങ്ങൾ എല്ലാവിധ കരാറുകളും ഉടമ്പടികളും നൽകി. അതുകൊണ്ട് ഇനിയും ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ, ഫംലി യാ റസൂലല്ലാഹി ലിമാ അറദ്, അങ്ങ് ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി അങ്ങ് പോയിക്കൊള്ളുക. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്ക്, ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവാണ് സത്യം, ഞങ്ങളെയും കൊണ്ട് അങ്ങ് ഒരു സമുദ്രത്തിൻ്റെ മുന്നിൽ പോവുകയും അതിലേക്ക് അങ്ങ് എടുത്ത് ചാടുകയും ചെയ്താൽ ലഹുൽനാഹു മഅക, അങ്ങയുടെ കൂടെ ഞങ്ങളും ചാടും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും സംശയിച്ച് ബാക്കോട്ടടിക്കൂല. അങ്ങ് സമുദ്രത്തിലാണ് ചാടിയെങ്കിൽ മദീനത്തിൻ്റെ ഉള്ളിൽ പുറത്ത് നിന്നൊന്നും നോക്കണ്ട, ഇനി അങ്ങ് സമുദ്രത്തിലേക്കാണ് എടുത്ത് ചാടിയെങ്കിൽ അവിടെയും ഞങ്ങൾ ചാടും. നാളെ ഞങ്ങളെയും കൊണ്ട് അങ്ങ് ശത്രു സംഘത്തെ കണ്ടുമുട്ടുന്നതിന് അങ്ങ് വെറുക്കുകയേ വേണ്ട. യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്, ഏറ്റുമുട്ടലുണ്ടാവുമ്പോൾ സത്യസന്ധത പുലർത്തുന്നവരാണ്. ഇൻഷാ അള്ളാഹ് ഞങ്ങളിലൂടെ നാളെ അള്ളാഹു അങ്ങയുടെ കൺകുളിർമയേകുന്ന കാഴ്ച കാണിച്ചു തരുമെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഫസിർ ബിനാ അലാ ബറക്കത്തില്ല, ബിസ്മില്ലാ, ഞങ്ങളെയും കൊണ്ട് അങ്ങ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂട്ടുകാർ, സഹോദരന്മാർ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ കുറേ പണം കൊടുക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറേ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി, അതവർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഞാൻ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചാൽ മതി, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചാൽ തന്നെ ആ ഒരു ആംഗ്യമായിരിക്കും ചിലപ്പം അവർക്ക് വലിയ ആശ്വാസമായി പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ഒരു കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യപ്പെടുത്തൽ പലരെയും ആത്മഹത്യയിൽ നിന്ന് തടയും, അല്ലെങ്കിൽ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നതിൽ നിന്ന് തടയും. സഅദ് ഇബ്നു മുആദ് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുണ്ടല്ലോ, ആ വെപ്രാളം പിടിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് നൽകിയ ആശ്വാസം അതൊരു വല്ലാത്ത ആശ്വാസമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ നിന്ന് പറഞ്ഞു, സീറു വഅബ്ശിറു, ബാ, പുറപ്പെട്ടോളൂ, എല്ലാവരും സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളൂ. ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വായിഫത്തിൻ, രണ്ടാലൊരു സംഘത്തെ ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് നൽകും. ഒന്നെങ്കിൽ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ, അതല്ലെങ്കിൽ അബൂജഹലിൻ്റെ സംഘത്തെ, രണ്ടാലൊരു ടീമിനെ എനിക്ക് അള്ളാഹു നൽകുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് എല്ലാവരും പുറപ്പെട്ടു കൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ മക്കയിലെ കുഫാറുകളിൽപ്പെട്ട ഓരോരുത്തരും മറിഞ്ഞു വീഴുന്നതായി ഞാനിതാ ഇപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ റസൂലുള്ളാഹിയും സംഘവും പുറപ്പെട്ടു. ഇപ്പോൾ എത്ര ബുധനാഴ്ചയായി. അന്ന് പിന്നെ ബദറിൻ്റെ തൊട്ടടുത്ത്, ബദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബദർ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നടുക്ക് വലിയൊരു മൈതാനാണ്. അവിടെ ഇപ്പോൾ കെട്ടിമറച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം കാണാൻ പോകുന്നവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് മലകളാണ്. അപ്പം ഈ ഏകദേശം ഇനി നമ്മൾ അങ്ങോട്ട് ബദറിൻ്റെ ചരിത്രം പറയുമ്പം സൂറത്തുൽ അൻഫാൽ, അതുപോലെ തന്നെ സൂറത്ത് ആൽ ഇമ്രാൻ്റെ ഒക്കെ വിശദീകരണ തഫ്സീറാണ് പറയുന്നത്. ബദറിൻ്റെ ചരിത്രമൊക്കെ സൂറത്തുൽ അൻഫാലും ആൽ ഇമ്രാനിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 വിഭാഗവും ബദറിൻ്റെ തൊട്ടടുത്തായിട്ട് വന്ന് തമ്പടിച്ചു. മുസ്ലിമീങ്ങൾ തമ്പടിച്ചത് ഖുർആൻ പറയുന്നുണ്ട്, ഇദ് അൻതും ബിൽ ഉദ്വത്തി ദുന്യ. ഉദ്വത്തു ദുന്യ എന്ന് പറഞ്ഞാൽ, ഉദ്വത്ത് എന്ന് പറഞ്ഞാൽ മലയുടെ താഴ്വാരത്ത്. ബദർ ഇങ്ങനെ ഒരു താഴ്വാരാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള അദ്ദുന്യ എന്ന് പറഞ്ഞാൽ മദീനയുമായി അടുത്ത മലയുടെ താഴ്വാരത്താണ് മുസ്ലിമീങ്ങൾ തമ്പടിച്ചത്.
ശത്രുക്കളോ വഹും ബിൽ ഉദുവത്തിൽ ഖുസ്വ. ഖുർആനകത്താണ്. മദീനയിൽ നിന്ന് ദൂരമായ, അതായത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അഭിമുഖമായ കുറച്ച് അപ്പുറത്തുള്ള വേറൊരു മലയുടെ താഴ്വാരത്താണ് മുശ്രിക്കീങ്ങൾ തമ്പടിച്ചത്. രണ്ടുപേരും പരസ്പരം കാണുന്നില്ല, ബദർ നടുക്കാണ്. അവിടെ തമ്പടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് മൂന്നാളുകളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല, മലകളടക്കുന്നുണ്ട്. ജബൽ അഖൻകൽ എന്നാണ് ശത്രുക്കളുടെ മുമ്പിലുള്ള മലയുടെ പേര്. ഇപ്പോഴും നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. ജബൽ അഖൻകൽ, ജബൽ കാശീർ എന്നൊക്കെ പറഞ്ഞ് 2 മലകളുണ്ട്, ഇപ്പോഴും ഉണ്ടത്. നമ്മളുടെ ഒരു ഷെയ്ഖ് അവിടെ പോയിട്ട് ഈ യുദ്ധത്തെ വിശദീകരിക്കുന്നുണ്ട്. ഈ ജബൽ അഖൻകലാണ്, ഇതിൻ്റെ ബാക്കിലാണ് ശത്രുക്കൾ നിന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് വിശദീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ശത്രുക്കൾ നിന്ന് റസൂലുള്ളാഹിയും സംഘവും അവരെ കാണുന്നില്ല. അപ്പോൾ അവരുടെ എണ്ണവും അവരുടെ സന്നാഹങ്ങളൊക്കെ അറിയാൻ വേണ്ടി 3 പേരെ റസൂലുള്ളാഹി അയക്കും. ആരൊക്കെയത്? അലി ഇബ്നു അബി ത്വാലിബ്, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരും നടന്ന് നടുക്ക് ബദറിൻ്റെ അടുത്തെത്തും. ബദർ യുദ്ധം നടന്ന സ്ഥലത്ത്. ഈ ബദറിൻ്റെ അടുത്താണ് വെള്ളക്കെട്ടുകളും കിണറുകളും പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായി എടുക്കാൻ പറ്റുന്ന വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഈ ബദറിലാണ് ഉള്ളത്. അപ്പോൾ ഈ ബദറിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അപ്പുറത്തെ മലയുടെ ബാക്കിലാണ് മുശ്രിക്കീങ്ങൾ. അവിടെ നിന്ന് അവർ 2 അടിമകളെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 പേര് ആ 2 അടിമകളെ പിടിക്കും, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ആ സമയത്ത് റസൂലുള്ളാഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ആ 2 അടിമകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സഹാബാക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു, ഈ 2 പേര് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിൽ അടിമകളായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം അബൂ സുഫിയാൻ ഇപ്പോഴും ഈ പരിസരത്ത് ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അബൂ സുഫിയാനെ നമുക്ക് നേരിട്ടാൽ മതിയല്ലോ, മുശ്രിക്കീങ്ങളെ വെറുതെ നേരിടണ്ടല്ലോ എന്നൊരു ചെറിയ ആഗ്രഹം സഹാബാക്കളുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. സഹാബാക്കൾ ആ 2 അടിമകളോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ സംഘത്തിൽപ്പെട്ടതാണ്? അവർ സത്യം പറഞ്ഞു, ഞങ്ങൾ അബൂജഹലിൻ്റെ സംഘത്തിൽപ്പെട്ടതാണ്, അവർ അഖൻകൽ മലയുടെ ബാക്കിലുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി വെള്ളം എടുക്കാമെന്നാണ്. പക്ഷെ മറ്റേ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അവരെ ശക്തമായി മർദ്ദിച്ചു, പോലീസ് മുറ പ്രയോഗിച്ചു. അങ്ങനെ അവരെ അടി സഹിക്കാൻ വയ്യാതെ അവർ ലാസ്റ്റ് പറഞ്ഞു, ഞങ്ങൾ അബൂ സുഫിയാൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ അബൂജഹലിൻ്റെ ആൾക്കാരല്ല എന്ന് അവർ ഒച്ചത്തിൽ വിളിച്ചു. റസൂലുള്ളാഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും ആയപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സലാം വീട്ടിയിട്ട് റസൂലുള്ളാഹി സഹാബാക്കളോട് ദേഷ്യം പിടിച്ച് അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ സദഖകുമാ ലറബ്തുമുഹുമ. എന്താ സഹാബാക്കൾ നിങ്ങൾ കാണിക്കുന്നത്? അവർ സത്യം പറഞ്ഞപ്പം നിങ്ങൾ അവരെ അടിക്കുന്നു. ഇതാ കദബകുമാ തറക്തുഹുമ. അവർ കളവ് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ വിടുകയും ചെയ്യുന്നു. ഇനി മതി, ഒഴിവാക്കിയ അബൂ സുഫിയാൻ്റെ സൈന്യം രക്ഷപ്പെട്ടു പോയി. ഇവർ ഈ പറഞ്ഞത് സത്യമാണ്. തൊട്ടപ്പുറത്ത് നമ്മളെ കാത്തു നിൽക്കുന്നത് അബൂജഹലിൻ്റെയും അവൻ്റെ കൂട്ടത്തിലുള്ള മുശ്രിക്കീങ്ങളുടെയും വലിയൊരു സംഘമാണ് എന്ന് പറഞ്ഞു. ഇന്നഹുമാ ല ഖുറൈശ്, അവർ ഖുറൈശികളുടെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അഖ്ബിറാനി അൻ ഖുറൈശ്, ഖുറൈശികളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, എത്ര പേരുണ്ട്? അവർ പറഞ്ഞു, ഒരുപാടുണ്ട്. എത്രയാണ് അവരുടെ എണ്ണം? റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എണ്ണം അറിയില്ല. അപ്പോൾ അവരുടെ എണ്ണം കൃത്യമായി കണ്ടുപിടിക്കാൻ റസൂലുള്ളാഹി വേറൊരു ചോദ്യം ചോദിച്ചു. എല്ലാം തികഞ്ഞൊരു നേതാവാണ് റസൂലുള്ളാഹി. റസൂൽ, നിങ്ങൾക്ക് എണ്ണം അറിയില്ലേ? സാരില്ല, ഒരു ദിവസം അവർ എത്ര ഒട്ടകത്തെ അറക്കുന്നുണ്ട് എന്നറിയോ? അടിമകൾ പറഞ്ഞു, അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ദിവസം 9 അറക്കും, അടുത്ത ദിവസം 10 അറക്കും. റസൂലുള്ളാഹി കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുശ്രിക്കീങ്ങൾ 900-ൻ്റെയും 1000-ൻ്റെയും ഇടയിലാണ്. കാരണം എന്താ? റസൂലുള്ളാഹിക്ക് അറിയാം, ഒരൊട്ടകം ഒരു ദിവസം അറുത്താൽ ഏകദേശം 100 പേര് അതിനെ ഭക്ഷിക്കാൻ കഴിയുമെന്നറിയാം. അത് വെച്ച് റസൂലുള്ളാഹി എണ്ണം കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് നേതാക്കളായിട്ട്? അപ്പോൾ ഇങ്ങനെ നേതാക്കളുടെ പേര് അവരിങ്ങനെ എണ്ണി പറഞ്ഞു, ഉത്ബ, ഷൈബ, അബുൽ ബുഖ്തരി, ഹക്കീം ഇബ്നു ഹിസാം, നൗഫൽ, അബൂജഹൽ, ഉമയ്യ, അങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ കബിരിഹ. ദാ മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്കിങ്ങനെ എറിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വേണമെങ്കിൽ അവർക്ക് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അവസരം ഈ അവസരമാണ്. മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് എറിഞ്ഞു നൽകി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിട്ടു. പിന്നെ ഇവിടെ ഇനി 2 പേരും മലക്ക് പിന്നിലുള്ള ബദറിൻ്റെ അവിടെയാണ് വെള്ളമുള്ളത്. ആരാണോ ആദ്യം ബദറിലെത്തുന്നത് അവർക്ക് ഈ വെള്ളക്കെട്ടുകളൊക്കെ ഉടമപ്പെടുത്താൻ പറ്റും. വെള്ളക്കെട്ടുകൾ, ഈ കിണറുകളുടെ ഉടമസ്ഥത കിട്ടിയാൽ യുദ്ധത്തിൽ അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്, വലിയൊരു ബോണസാണ്. കാരണം വെള്ളം അത്യാവശ്യമാണല്ലോ. അപ്പോൾ എങ്ങനെയും 2 ടീമിനും ഈ മലയുടെ ബാക്കിൽ നിന്ന് ഈ ബദറിൻ്റെ നടുക്കളത്തിലേക്ക് എത്തണം. പക്ഷേ വലിയ സംഘമാണല്ലോ, 1000 പേര് ഇവിടെ ഉണ്ട്, ഇവിടെ 300 പേരുണ്ട്. ഇത്രയും വലിയ സംഘം കൊണ്ട് എളുപ്പത്തിൽ യാത്ര ചെയ്ത് ബദറിലേക്ക് എത്തലും അത്ര എളുപ്പമല്ല. ഈ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിന് മുമ്പായിട്ട് 2 അനുഗ്രഹങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്തു. അതിൽ ആദ്യത്തെ അനുഗ്രഹം ഈ ബുധനാഴ്ച രാത്രിയായിരുന്നു മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത്. അത് നുസൂലുൽ മത്തർ, ഒരു മഴ പെയ്തു. 2 പേർക്കും മഴ കിട്ടി. റസൂലുള്ളാഹിക്കും കിട്ടി, മുശ്രിക്കീങ്ങൾക്ക് കിട്ടി. പക്ഷേ റസൂലുള്ളാഹിക്ക് കിട്ടിയ മഴ അനുഗ്രഹമായിരുന്നു. അധികം വെള്ളം കുത്തിയൊലിക്കാത്ത, ചളിമയമാകാത്ത,
യാത്രക്ക് എളുപ്പമാക്കുന്ന തരത്തിലുള്ള, ഭൂമിയെ യാത്രക്ക് ഒട്ടകത്തിനും മറ്റും ചവിട്ടി യാത്ര ചെയ്യാൻ എളുപ്പമാക്കുന്ന തരത്തിലുള്ള മഴയായിരുന്നു മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ശത്രുക്കൾക്കോ കുത്തി ഒലിക്കുന്ന ശക്തമായ മഴയാണ് കിട്ടിയത്. അവരുടെ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ ചളിമയമായിട്ട് ഒട്ടകങ്ങൾക്കും മറ്റൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഉദ്വത്തുൽ ഖുസ്വയിൽ ശത്രുക്കൾ സ്റ്റക്കായി നിന്നു. മുസ്ലിമീങ്ങളോ ആ മഴയുടെ ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലുള്ളതാട്ടെ. ഇന്ന് മൊത്തവും ഒരു തഫ്സീറിന്റെ ക്ലാസ് കൂടിയാണ്. വൈനസ്സുലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറക്കും ബി, നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളുടെ കാലുകൾ അടിയുറപ്പിച്ച് നിർത്താനും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകാനും അള്ളാഹു മഴയെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ മഴ മുസ്ലിമീങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. ആ മഴയിലൂടെ കിട്ടിയ സൗകര്യത്തിൽ മുസ്ലിമീങ്ങൾ യാത്ര ചെയ്ത് ആദ്യം ബദറിലാരെത്തിയ മുസ്ലിമീങ്ങളെത്തി, ശത്രുക്കൾ അവിടെ കുടുങ്ങി. അപ്പോൾ വെള്ളക്കെട്ടുകളുടെ അടുക്കലെത്തി. അങ്ങനെ ബദറിലിങ്ങനെ മല താണ്ടി ബദറിലെത്തിയ ഒരുപാട് കിണറുകളും വെള്ളക്കെട്ടുകളും ഉണ്ട്. അതിലാദ്യത്തെ കിണറിൻ്റെ അടുത്ത്, വെള്ളക്കെട്ടിൻ്റെ അടുത്ത് റസൂലുള്ളാഹി ഇറങ്ങിയിട്ട് സഹാബാക്കളോട് തമ്പടിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സമയത്താണ് ഹുബാബ് ഇബ്നുൽ മുൻദിർ, എന്താ പേര്, ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, റസൂലുള്ളാഹ്, ഈ സ്ഥലത്ത് ഇറങ്ങാൻ അള്ളാഹു അങ്ങയോട് കൽപ്പിച്ചാണോ? നിർബന്ധമായും ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങ് ഇറങ്ങിയതാണോ? അതല്ല ബൽ ഹുവ റഈ വൽ ഹർബ് വൽ മക്കീദ, അങ്ങയുടെ അഭിപ്രായ പ്രകാരം യുദ്ധതന്ത്രം എന്ന രീതിയിൽ അങ്ങ് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനൊരു യുദ്ധതന്ത്രം എന്ന നിലയിൽ എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഇറങ്ങിയതാണ്, അള്ളാഹു കൽപ്പിച്ചതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ റസൂലെ ഇവിടെയല്ല ഇറങ്ങേണ്ടത്, യുദ്ധതന്ത്രപരമായിട്ട്. ഇപ്പം നമ്മളുടെ മുന്നിൽ ഒരുപാട് കിണറുകളുണ്ട്. ശത്രുക്കൾ വരുമ്പം അവർക്ക് ഈ മുന്നിലുള്ള കിണറിൽ നിന്നൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഏറ്റവും അവസാനമുള്ള കിണറിൻ്റെ മുമ്പിലായി പോയി തമ്പടിക്കുകയാണെങ്കിൽ പിന്നെ ശത്രുക്കൾ വരുമ്പോൾ അവർക്ക് കിണറുകൾ കിട്ടൂല, അല്ലേ? കിണറുകൾ മൊത്തം ആരുടെ ബാക്കിലാണല്ലേ? നമ്മുടെ ബാക്കിലാണ്. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ശത്രുക്കൾക്ക് വെള്ളം കിട്ടാതാകുമ്പോൾ അവർ ക്ഷയിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അവസാനമുള്ള കിണറിന് മുമ്പിൽ പോയി തമ്പടിച്ചിട്ട് ഒരു കിണർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കിണറുകളും മൂടണം. ശത്രുക്കൾക്ക് ഒരു തരത്തിലും വെള്ളം കിട്ടരുത്. ആ ഒരു കിണറിൻ്റെ ചുറ്റും നമ്മളൊരു ഹൗല് പോലെ കെട്ടിയിട്ട് തിരക്കില്ലാതെ ആളുകൾക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിപ്രായം, ഭയങ്കര നല്ല അഭിപ്രായമല്ലേ? എപ്പോഴും നമ്മളൊരു സ്ഥാപനമാകട്ടെ, ഒരു സംരംഭമാകട്ടെ വിജയിക്കുന്നത് ഒരു നല്ല നേതാവ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ആ നേതാവിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന സഹായികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്മിറ്റിയൊക്കെ വെക്കുമ്പോൾ പ്രസിഡന്റ് വെക്കുന്ന, സെക്രട്ടറി വെക്കുന്ന കൂട്ടത്തിൽ കുറേ ആൾക്കാരും വെച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഒരു നേതാവ് നന്നായതുകൊണ്ട് മാത്രം സമൂഹം രക്ഷപ്പെടില്ല. ഈ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമായിട്ട് റസൂലുള്ളാഹിക്ക് തോന്നി. അങ്ങനെ സൈന്യത്തോട് കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ പറഞ്ഞു. ഏറ്റവും അവസാനത്തെ വെള്ളക്കെട്ടിന് മുമ്പായിട്ട് അവർ തമ്പടിച്ചു. ബാക്കിയുള്ള വെള്ളക്കെട്ടുകളൊക്കെ മൂടി ഒരു കിണറിനെ മാത്രം ബാക്കി വെച്ച് അതിൻ്റെ ചുറ്റും ഹൗല് കെട്ടി അവിടെ ഇറങ്ങി. ഈ സമയത്ത് തന്നെ സഅദ് ഇബ്നു മുആദ് റസൂലുള്ളാഹിനോട് മറ്റൊരു അഭിപ്രായം പറഞ്ഞു. അതും റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമാകുന്നായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? നബിയെ, ഞങ്ങളിവിടെ യുദ്ധം ചെയ്യാൻ പോവാം. ചെറിയൊരു സംഘം വലിയൊരു സംഘത്തിനെതിരെ നടത്തുന്ന പോരാട്ടമാണ്, എന്താവും എന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് അങ്ങ് രണാങ്കണത്തിലേക്ക് ഇറങ്ങരുത്. മറിച്ച് ഈ രണാങ്കണത്തെ മുഴുവനും വീക്ഷിച്ച് നിർദ്ദേശം നൽകാൻ പറ്റുന്ന തരത്തിൽ ഒരു കുന്നിൻ്റെ പുറത്ത് അങ്ങേക്ക് ഒരു അരീഷ് എന്ന് പറഞ്ഞ ഒരു ടെൻറ്റ് ഞങ്ങൾ കെട്ടിത്തരും. അങ്ങ് അവിടെ കഴിയണം, അങ്ങ് യുദ്ധത്തെ നിയന്ത്രിക്കണം. അങ്ങയുടെ ചുറ്റും ഞങ്ങൾ വണ്ടികളെ തയ്യാറാക്കി നിർത്തും, കുറച്ച് സഹാബാക്കളെ നിർത്തും. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നറിഞ്ഞാൽ അങ്ങ് ആ വാഹനത്തിൽ കയറി പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പോകണം. പേടിച്ചോടാനാണോ? അല്ല, മറിച്ച് മദീനയിലുള്ള ആളുകളെയും കൂട്ടി വീണ്ടും അങ്ങ് യുദ്ധത്തിന് വരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഫഖദ് തഖല്ലഫ അൻക അഖ്വാമുൻ യാ നബിയല്ലാഹ് മാ നഹ്നു ബിഅശദ്ദ ലക ഹുബ്ബൻ മിൻഹു. മദീനയിൽ കുറച്ച് ആളുകളുണ്ട്, അവർ ഞങ്ങളെക്കാൾ ഒരു തരി പോലും സ്നേഹം കുറവുള്ളവർ, അങ്ങയോട് സ്നേഹം കുറവുള്ളവരല്ല, മറിച്ച് ഞങ്ങളെക്കാളും അങ്ങേ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് മദീനത്തുള്ളത്. വലൗ ളന്നു അന്നക തൽഖ ഹർബൻ മാ തഖല്ലഫു അൻക, അങ്ങേ എങ്ങാണ് യുദ്ധത്തിനാ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും അങ്ങേ തനിച്ചു വിടുമായിരുന്നില്ല. അതുകൊണ്ട് കരളിൻ്റെ കഷ്ടം പോലെ അങ്ങേ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ മദീനത്തുണ്ട്, അവരെയും കൂട്ടിയിട്ട് അങ്ങ് രണ്ടാമതും യുദ്ധത്തിന് വേണ്ടി വന്ന് ഇവരെ തോൽപ്പിക്കണം. അതല്ലെങ്കിൽ അങ്ങേയും കൂടി ആദ്യം തന്നെ യുദ്ധത്തിനിറങ്ങി ഷഹീദാക്കപ്പെട്ടു പോയാലോ ഇസ്ലാം തന്നെ ചിലപ്പോൾ നശിച്ചു പോകുന്ന, നാശത്തിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങളൊരു ടെൻറ്റ് കെട്ടിത്തരാമെന്ന് ആര് പറഞ്ഞു? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്കും അത് നല്ലൊരു അഭിപ്രായമായി തോന്നി. അങ്ങനെ ഇപ്പോഴും ബദറിൽ നമ്മൾ പോകുമ്പോൾ കാണാം മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ ലാസ്റ്റ് പോകുമ്പം അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് പള്ളി കുറച്ച് അടച്ചു വെച്ചിട്ടുണ്ടാകും. അത്യാവശ്യം കുറച്ച് വലിയൊരു മസ്ജിദുൽ അരീഷ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഏകദേശം റസൂലുള്ളാഹിയുടെ ടെൻറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയ ആ സ്ഥലത്തെ കണക്കാക്കിയിട്ടാണ് ഈ മസ്ജിദും പണിയപ്പെട്ടിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം പോകുമ്പം ഇതൊക്കെ ഓർമ്മ വരണം.
ആ ടെൻറ്റിൽ റസൂലുള്ള മാത്രമേ കടക്കുമായിരുന്നുള്ളൂ, വേറൊരാൾക്കും കടക്കാൻ വേണ്ടിയുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സഅദ് മുആദിൻ്റെ നേതൃത്വത്തിൽ റളിയല്ലാഹു അൻഹു കുറച്ച് ചെറുപ്പക്കാർ എപ്പോഴും അതിന് കാവൽ നിൽക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരാൾ മാത്രമേ ആ ടെൻറ്റിൽ റസൂലുള്ളാഹിക്കുള്ളിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ കയറിയിട്ടുള്ളൂ. മസ്ജിദ് ഈ അരീഷിൽ ഒറ്റൊരാൾ മാത്രമേ റസൂലുള്ളാഹിൻ്റെ കൂടെ കയറിയിട്ടുള്ളൂ. അതാരായിരിക്കും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇബ്നു കസീർ റഹിമഹുല്ല അൽ ബിദായ വന്നിഹായിൽ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്. ഗാറ് സൗറിൽ അല്ലെ ഹിജ്റയുടെ സമയത്ത് നബി തങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ആ ഗുഹയിൽ ഉണ്ടായിരുന്നത് അബൂബക്കറാണ്. അത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ അരീഷിൽ ആകെ റസൂലുള്ളാഹിൻ്റെ കൂടെ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണ്. അങ്ങനെ അവിടെ റസൂലുള്ളാഹി ടെൻറ്റിൽ കഴിയുന്നു, ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ താഴെ ഇരിക്കുന്നു. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്ഥലവും കാണിച്ച, അബൂ ജഹൽ ഇവിടെ മരിച്ചു വീഴും, ഉത്ബത്ത് ബിൻ റബീഅ ഇവിടെ മരിച്ചു വീഴും, ഉമയ്യത്ത് ബിൻ ഖലഫ് ഇവിടെ മരിച്ചു വീഴും, അബൂ ഹിഷാം അൽ ബുഖ്തരി ഇവിടെ മരിച്ചു വീഴുന്ന ഓരോരുത്തരും മരിച്ചു വീഴുന്ന സ്ഥലം റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചാൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതെ അബൂ ജഹലും കൂട്ടരും മരിച്ചു വീഴുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, യുദ്ധത്തിന് മുമ്പ് അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് 2 അനുഗ്രഹങ്ങൾ നൽകിയെന്ന് പറഞ്ഞു. ഒന്ന് മഴയാണ്, രണ്ടാമത്തെ എന്തായിരുന്നു? അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മുഴുവൻ മുസ്ലിമീങ്ങൾക്ക്, ഈ 313 പേർക്കും അള്ളാഹു നല്ല ഉറക്കം കൊടുത്തു. അതും ഖുർആൻ പറയുന്നത്, ഇത് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമാധാനമായിക്കൊണ്ട് ഒരു ഉറക്കത്തെ നൽകിയെന്ന്. എല്ലാവരും സുഖമായി ഉറങ്ങി. നാളെ വലിയൊരു പോരാട്ടത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ്. ശരിക്കും ഉറക്കം വരാത്ത രാത്രിയാണ്, പക്ഷേ മുഴുവൻ മുസ്ലിമീങ്ങളും സുഖമായിട്ട് ഉറങ്ങി. ഉറക്കം എപ്പോഴും 2 തരത്തിൽ ഉപകാരം ചെയ്യും. ഒന്ന്, ശാരീരികമായ ശക്തി ഉണ്ടാവും, ഇനി രാവിലെ എഴുന്നേറ്റ് ഒരു ഉന്മേഷത്തോടുകൂടി യുദ്ധത്തിന് പോകാം. രണ്ടാമത്തെ ഉപകാരം അൽ അംനു മുനീം വൽ ഖൗഫു മുസ്ഹിർ എന്ന് സാധാരണ അറബികൾ പറയാറുണ്ട്. നിർഭയത്വം ഉണ്ടാകുമ്പോഴാണ് ഉറക്കം വരിക, പേടി ഉണ്ടാകുമ്പോഴാണ് ഉറക്കം പോവുക. അപ്പോൾ മാനസികമായിട്ടും ഒരു നിർഭയത്വം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും ഉറക്കം മനുഷ്യന് വരുമ്പം. എല്ലാവർക്കും നല്ല സമാധാനം ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ഉറക്കം വരുന്നുണ്ടല്ലോ. സമാധാനം ഉണ്ടാകുമ്പോഴാണ്, നിർഭയത്വം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനെപ്പോഴും ഉറക്കം ഉണ്ടാകുന്നത്. അപ്പം സഹാബാക്കൾക്ക് മുഴുവനും ആ രാത്രിയിൽ ഉറക്കം വന്നു, എല്ലാവരും ഉറങ്ങി. ഒരാളൊഴിച്ച് ഒരു മരത്തിൻ്റെ കീഴിൽ അയാൾ മാത്രം ഉറങ്ങാതെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കരഞ്ഞ് അവനിലേക്ക് താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട്, തളർറു പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ സഹായത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അന്നത്തെ രാത്രി ഉറങ്ങിയിട്ട്, ഇത് ഏതാ രാത്രി? വ്യാഴാഴ്ച രാത്രിയാണ്, പിറ്റേന്നാണ് വെള്ളിയാഴ്ച. ആ രാത്രി സഹാബാക്കൾ മുഴുവനും ബദറിൽ ഉറങ്ങി, റസൂലുള്ളാഹി മാത്രം ബദറിൽ ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെയായി പ്രഭാതം പൊട്ടിപ്പുലപ്പെട്ടു. ഇതാണ് പ്രധാനപ്പെട്ട ബദറിൻ്റെ പ്രഭാതം, യോമുൽ ഫുർഖാൻ്റെ പ്രഭാതം. സത്യത്തെയും അസത്യത്തെയും അള്ളാഹു വേർതിരിച്ച ആ മഹാസംഭവം നടന്ന പ്രഭാതം. ആ പ്രഭാതത്തിൽ ആദ്യം തന്നെ സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് സുബഹി നമസ്കരിച്ചുകൊണ്ടാണ്. എല്ലാവരോടും സുബഹി നമസ്കരിക്കാൻ പറഞ്ഞു. സുബഹി നമസ്കരിച്ചതിന് ശേഷം സൈന്യത്തെ റസൂലുള്ളാഹി ക്രമീകരിച്ചു. നേരത്തെ വലതു വിങ്ങൽ നിർത്തിയവർ അവിടെ ഉണ്ടോ, ഇടതു വിങ്ങൽ നിർത്തിയവരുണ്ടോ എന്നൊക്കെ. എന്ന് മാത്രമല്ല, സഫുകളടക്കം റസൂലുള്ളാഹി ശരിയാക്കി. യുദ്ധത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടിടത്തിൻ്റെ ഇഷ്ടികകൾ പരസ്പരം പിണഞ്ഞു നിൽക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഫുകളായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സഫുകളടക്കം ശരിയാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സഫുകൾ ശരിയാക്കി നടന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് സവാദ് ഇബ്നു ഗസിയ എന്ന് പറഞ്ഞ സഹാബി കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് സഫിന്ന് തെന്നി മാറി നിൽക്കുന്നത് കണ്ടു. റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഒരു ചെറിയ വടി ഉണ്ടായിരുന്നു, കുന്തമല്ല, വാളല്ല, പിന്നെ അമ്പല്ല, ഒന്നുമല്ല, ഒരു ചെറിയ വടി. ആ വടി കൊണ്ട് റസൂലുള്ളാഹി ഇങ്ങനെ തട്ടിട്ട് ഇസ്തവി യാ സവാദ് എന്ന് പറഞ്ഞു, സവാദ് നേരെ നിൽക്ക്, സഫ് ശരിയാക്ക് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ സൈനിക പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ട ക്യാപ്റ്റന്മാരുടെ ഭയങ്കരമായ ശിക്ഷയും അതുപോലെ ചീത്തയും പിന്നെ പരിശീലന മുറകളൊക്കെ കണ്ടാൽ നമ്മൾ പേടിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെയൊന്നും റസൂലുള്ളാഹി ചെയ്തില്ല. അതെൻ്റെ ഷെയ്ഖ് പറഞ്ഞത്, ഒരു പെണ്ണെടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന തരത്തിൽ ചെറുങ്ങനെ ഒരു മുട്ടിയിട്ട് ഇസ്തവി യാ സവാദ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മുമ്പിലേക്ക് പോയി അടുത്ത ആളെ ശരിയാക്കാൻ വേണ്ടി. പെട്ടെന്ന് സൈന്യത്തെ മുഴുവൻ നെട്ടിച്ചുകൊണ്ട് പിന്നിൽ നിന്നൊരു ശബ്ദം, ഖദ് ഔജഅതനി വല്ലാഹി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ ആളുകളും നെട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ റസൂലെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വേദനിച്ചു കേട്ടോ, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വേദനിച്ചു കേട്ടോ. വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദൽ, അങ്ങേ അള്ളാഹു സത്യവും നീതിയും കൊണ്ടല്ലേ അയച്ചത്, എന്നിട്ട് അങ്ങനെ എന്നെ വേദനിപ്പിക്കൽ എന്ന് ആ സഹാബി പറഞ്ഞു. സൈന്യം മുഴുവൻ ഞെട്ടിത്തെരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പെട്ടെന്ന് അവിടെ നിന്നു, തിരിച്ചോടി ആ സഹാബിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഇതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, നിനക്ക് വേദന എടുത്തോ?
ആ സഹാബി പറഞ്ഞു, സവാദ് ഇബ്നു ഗസിയ എന്ന സഹാബി പറഞ്ഞു, അഖിദ്നി യാ റസൂലല്ലാഹ്, ഇതിന് പകരമായി അള്ളാഹു നിയമമാക്കിയ ദ്രോഹത്തിന് പകരം ദ്രോഹം ചെയ്യുക എന്നുള്ള നിയമം എന്നിൽ നടപ്പാക്കണം, എനിക്ക് തിരിച്ച് പ്രതികാരം ചെയ്യണം അല്ലാഹുവിൻ്റെ റസൂലേ. മുഴുവൻ സൈന്യം ഞെട്ടിത്തെറിച്ചിരിക്കുക. കാരണം മദീനത്താണെങ്കിൽ കുഴപ്പമില്ല, ഇതോ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അബൂജഹലിനെ നേരിടാൻ പോകും. അപ്പോഴാണ് ഈ സഹാബിയുടെ ഈ ആവശ്യം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലുങ്ങിയില്ല, എതിർപ്പൊന്നും പറഞ്ഞില്ല, ഇപ്പം പറ്റൂല പിന്നെ നോക്കാമെന്ന് പറഞ്ഞില്ല. മഹാനായ നീതിമാനായ ആ നേതാവ് പതുക്കെ തൻ്റെ ജുബ്ബ അല്ലെങ്കിൽ ഖമീസ് പൊക്കിക്കൊടുത്തു, വയറിങ്ങനെ കാണിച്ചു. ഇത് കണ്ട മാത്രയിൽ ആ സഹാബി ഓടി വന്ന് ചാടി നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ആ വയറ്റിൽ ആഞ്ഞാഞ്ഞു ചുംബിച്ചു. എല്ലാവർക്കും വീണ്ടും അത്ഭുതമായി. റസൂലുള്ളാഹി ചോദിച്ചു, മല്ലദീ ഹമലക യാ സവാദ്. നമ്മൾ ഈ പേര് പോലും കേട്ടിട്ടില്ല ഈ സഹാബിയുടെ, നമുക്ക് തീരെ പരിചയമില്ലാത്ത സഹാബി. പക്ഷെ ആ സഹാബിയുടെ സ്നേഹം നോക്കിയേ, മല്ലദീ ഹമലക യാ സവാദ്, ഏ സവാദ് നിന്നെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹളറ മാ തറ, അങ്ങ് കണ്ടില്ല ഇന്നത്തെ അവസ്ഥ, ചെറിയൊരു സംഘം വലിയൊരു സംഘത്തെ ഏറ്റുമുട്ടാൻ വേണ്ടി പോവാ. ഫഅറദ്തു അൻ യകൂന ആഖിറൽ അഹ്ദി ബിക അൻ യമുസ്സ ജിൽദി ജിൽദക്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താവും എന്നറിയില്ല, മിക്കവാറും ഞാൻ കൊല ചെയ്യപ്പെട്ടു പോകാനാ സാധ്യത. അപ്പോൾ ഈ ദുനിയാവിലുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മ എൻ്റെ തൊലി അങ്ങയുടെ തൊലിയുമായി ചേർന്ന് നിന്നു എന്നതാകണം, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞു. നബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിനു വേണ്ടിയും ഒരുപാട് ദുആ ചെയ്തു. ഇഷ്ക്, മുഹബത്ത്, സ്നേഹം, പ്രണയം, ഇതിനൊക്കെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഇതിലും വലിയ ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവർ ശരിക്കും നമുക്ക് ജീവിതത്തിലൂടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തരുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി ടീമിനൊക്കെ റെഡിയാക്കി. അന്നത്തെ പടയാളികൾ ധരിച്ചിരുന്ന വസ്ത്രം അതെന്താണെന്ന് അറിയണ്ടേ? സാധാരണഗതിയിൽ ആ കാലഘട്ടത്ത് പടയാളികൾ ധരിക്കാറുണ്ടായിരുന്ന വസ്ത്രം നമ്മളെന്താ അറിയാം, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ശരീരം കൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കാനോ നിബിധങ്ങളെ കാണാനോ സഹാബത്തിനൊപ്പം കൂടിയിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പം ചരിത്രം പറഞ്ഞിട്ടെങ്കിലും നമ്മൾ അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ മനസ്സിലാക്കാനും പകർത്താനൊക്കെ ഉള്ള തൗഫീഖുകൾ നൽകുമാറാകട്ടെ. അപ്പോൾ അന്ന് സാധാരണഗതിയിൽ പടയാളികൾ ധരിച്ചിരുന്ന വസ്ത്രം, ഒന്ന് നീളമുള്ള ഒരു തൊപ്പി ഉണ്ടാവും, ബൈലത്ത് ഹൂദത്ത് എന്നൊക്കെ അതിന് പറയാം, ഒരു തൊപ്പി ഉണ്ടാവും. ആ തൊപ്പിക്ക് ശേഷം ആ തൊപ്പിയോട് ബന്ധപ്പെട്ടിട്ട് തന്നെ മുഖത്തെ മൂടുന്ന, മുഖത്തിൽ ഏൽക്കുന്ന വെട്ടുകളെ തടയുന്ന ഒരു ഇരുമ്പിൻ്റെ നെറ്റ് പോലത്തെ ഒരു സാധനം, ഇരുമ്പിൻ്റെ നെറ്റ് പോലത്തെ സാധനം, മിഗ്ഫർ എന്ന സാധനത്തിന് പറയാം. അത് കണ്ണും മൂക്കും ഒക്കെ മാത്രമേ പുറത്തു കാണൂ, ബാക്കിയെല്ലാം ഇങ്ങനെ മുഴുവൻ മറഞ്ഞിട്ടുണ്ടാവും. ആ മിഗ്ഫറാണ് ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിൻ്റെ ചള്ളയിലൂടെ കുത്തിക്കയറിയിട്ട് മുറിവുണ്ടാകുന്നതും റസൂലുള്ളാഹിൻ്റെ പല്ല് താഴോട്ട് പൊഴിഞ്ഞു വീണതൊക്കെ ആ മിഗ്ഫർ കുത്തിക്കയറിയിട്ട്. അപ്പോൾ മിഗ്ഫർ ഉണ്ടാവും. പിന്നെ ചില പടയങ്കി ഉണ്ടാവും, കയ്യിൽ പരിചയം ഉണ്ടാവും, വാളുണ്ടാവും, കുന്തം, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും. അപ്പോൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഈ സാധനം ഒന്നുമില്ല, പാവങ്ങളാണ്. പക്ഷേ ഈ സാധനം ധരിച്ച പടയാളികളും ഉണ്ടായിരുന്നു. പണ്ട് മുതലേ യോദ്ധാക്കളായി അറിയപ്പെട്ടിരുന്ന പടയാളികളായ ആളുകൾ ഈ സാധനം ധരിച്ചിരുന്നു. ഈ സാധനം ധരിച്ചാൽ ആളെ തിരിച്ചറിയൂല. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇത് ധരിച്ചിട്ടുമുണ്ട്. അപ്പം മുസ്ലിമീങ്ങൾ, ബാക്കിയുള്ള പാവങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ കൊല്ലാൻ പോകുന്ന മുസ്ലിമാണോ ശത്രുവാണോ തിരിച്ചറിയണ്ടേ? അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സഹാബാക്കളിൽ ചിലർ, ഇങ്ങനെ ധരിച്ചിരുന്ന ചില അടയാളങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. ചിലർ മഞ്ഞ തലപ്പാവ് കെട്ടിയിരുന്നു, ചിലർ ചുവപ്പ് തലപ്പാവ് കെട്ടിയിരുന്നു. ഇങ്ങനെ അടയാളം വെച്ച സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ 4 ആളുകളായിരുന്നു. 4 സഹാബികൾക്ക് പ്രത്യേകം അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അസദുല്ലാഹി വ അസദു റസൂലി ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സിംഹക്കുട്ടി ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക ഒരു അടയാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടയാളം എന്താ? റീശത്തു നആമ, ഒരു ഒട്ടക പക്ഷിയുടെ തൂവൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തും തൊപ്പിയിലുണ്ടായിരുന്നു. അത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവുമായിരുന്നു ഇത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. അവസാനം ശത്രുക്കളെ തടവുകാരായി പിടിക്കപ്പെട്ടതിന് ശേഷം ഒന്നെങ്കിൽ ഉമയ്യത്ത് ബിൻ ഖലഫ് അല്ലെങ്കിൽ വേറൊരു തടവുകാരൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നെഞ്ചത്ത് ഒട്ടകപക്ഷിയുടെ തൂവലും വെച്ചിട്ട് ഉണ്ടായിരുന്നത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഹാബി പറയുന്നുണ്ട്, ഹു ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇത് കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട്, ഹുവല്ലദീ ഫഅല ബിനൽ അഫാഇൽ, ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവനും വരുത്തി വെച്ചത് ആ ചങ്ങായിയാണ്. അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒട്ടക പക്ഷിയുടെ തൂവൽ നെഞ്ചിൽ വെച്ചിട്ട് പോകുന്ന ആൾ, അയാൾ വരുന്നു, കൊല്ലുന്നു, പോകുന്നു, വീണ്ടും വരുന്നു, 10-15 ആളെ കൊല്ലുന്നു, പോകുന്നു, നാശനഷ്ടങ്ങൾ ഞങ്ങളിൽ വിതച്ചത് മൊത്തവും ആ മനുഷ്യനായിരുന്നു എന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടയാളം എന്തായിരുന്നു? ഒട്ടക പക്ഷിയുടെ തൂവൽ തൊപ്പിയിലുണ്ടായിരുന്നു, നെഞ്ചത്തുണ്ടായിരുന്നു. പിന്നീട് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടയാളം ഒരു മഞ്ഞ തലപ്പാവായിരുന്നു. പിന്നെ അബൂ ദുജാന
എന്ന സഹാബി, അൻസാരി സഹാബി, അദ്ദേഹത്തിന് ഒരു ചുവപ്പ് തലവാവായിരുന്നു അദ്ദേഹം. അബൂ ദുജാന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേരുകേട്ട യോദ്ധാവാണ്, ഭയങ്കര ധൈര്യവാനാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ ചുവപ്പ് തലപ്പാവ് ധരിച്ചാൽ പിന്നെ അൻസാരികൾ പറയുവാർ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം എന്തെങ്കിലും വലിയ വലിയ കാര്യം വരുമ്പോഴാണ് അദ്ദേഹം ചുവപ്പ് തലപ്പാവ് ധരിക്കുക. ബദറിൽ അദ്ദേഹം അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചുവപ്പ് തലപ്പാവ് ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന് അന്നൊരു പ്രത്യേക അടയാളം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തും പഞ്ഞിയില്ല, വെള്ള പഞ്ഞി അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു അടയാളമായിട്ട്. അപ്പോൾ ഇങ്ങനെ സഹാബാക്കൾക്ക് കുറച്ച് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു രംഗം സങ്കല്പിക്കാൻ കഴിയുന്നില്ലേ? ഏറ്റവും മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു ആണ് നിൽക്കുന്നത് ഈ ഇതൊക്കെ വെച്ച്. അപ്പോൾ നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സഹാബാക്കളെല്ലാം ഇങ്ങനെ വരിവരിയായി നിൽക്കുന്ന സമയത്താണ് മുശ്രിക്കീങ്ങൾ ആ ജബലിൻ്റെ പിന്നിലൂടെ, ആ കൻകൽ ജബലിൻ്റെ പിന്നിലൂടെ പതുക്കെ ഇങ്ങനെ വരുന്നത് മുസ്ലിമീങ്ങൾ കാണുന്നത്. അവർ ഭയങ്കര പ്രൗഢിയോടുകൂടി അഹങ്കാരത്തോടുകൂടി പാട്ടും പാടി അവരുടെ സ്ത്രീകളെ കൊണ്ട് നൃത്തവും കളിപ്പിച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി പതുക്കെ ഇങ്ങനെ വരുന്നത് റസൂലുള്ള കാണുന്നത്. അവരുടെ ഏറ്റവും മുമ്പിലായിട്ട് ഒരു ചുവന്ന ഒട്ടകവും റസൂലുള്ള കണ്ടു. ചുവന്ന ഒട്ടകത്തിൻ്റെ മേലെ ഒരാൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഉത്ബത്ത് ഇബ്നു അബി റബീഅ, ഹിന്ദ് റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ വാപ്പ ഉത്ബ ഇബ്നു അബി റബീഅ ആയിരുന്നു ചുവന്ന ഒട്ടകത്തിൽ അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. അബൂ ജഹലും ഉണ്ട്. ഈ വരവ് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഖുറൈശികൾ ഇതാ അഹങ്കാരത്തോടുകൂടി പ്രൗഢിയോടുകൂടി മുന്നിട്ട് വന്നിരിക്കുന്നു, നീ അവരെ തോൽപ്പിക്കണേ, നീ എനിക്ക് വാഗ്ദാനം നൽകിയ സഹായം നൽകണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യും. ശത്രുക്കൾ ഇങ്ങനെ നേരെ മുമ്പിൽ വന്ന് ഏകദേശം കാണാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പം ഖുറൈശികൾ ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി എന്ന് പറഞ്ഞ ഒരാളെ മുസ്ലിമീങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എത്ര പേരുണ്ട്, എങ്ങനെയാണ് അവരവസ്ഥ, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് വരാൻ വേണ്ടി ഉമൈർ ഇബ്നു ജുമഹി എന്ന് പറഞ്ഞ ഒരു ആളെ അയക്കും. ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി. ഇയാൾ ആദ്യം ഒന്ന് ഇങ്ങനെ കറങ്ങും, അവിടെ ഇങ്ങനെ ദൂരത്തൂടെ ഇങ്ങനെ കറങ്ങി മുസ്ലിമീങ്ങളുടെ മുമ്പും ബാക്കിലൊക്കെ നോക്കി തിരിച്ചു വന്ന് ശത്രുക്കളോട് പറയും അവർ ഏകദേശം 300 പേരുണ്ട്, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും, പക്ഷെ ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വരട്ടെ. കാരണം എന്താ അറിയോ, ചെറിയ സംഘമാണെങ്കിൽ പോലും അന്ന് യുദ്ധത്തിൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ 300 പേരെ ഉള്ളൂ എങ്കിലും ഒരു 50 പേരെ ചിലപ്പം ഒരു മരത്തിൻ്റെ പിന്നിലായിട്ട് ഒളിപ്പിച്ച് നിർത്തും, വേറൊരു 50 പേരെ ഒരു പൊന്തക്കാടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നിർത്തും. അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്രമണം അയച്ചുവിടാൻ പറ്റുന്ന തരത്തിൽ സൈന്യത്തെ ക്രമീകരിക്കണം. അപ്പോൾ ഈ ഉമൈർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വരട്ടെ, അവരിൽ വേറെ ആളുകൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം വീണ്ടും പോയി മുഴുവൻ കറങ്ങി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല, അവർ 300 പേര് മാത്രമേ ഉള്ളൂ, അവരുടെ കയ്യിൽ വാളല്ലാതെ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം ആ സഹാബാക്കളുടെ മുഖം കണ്ട അവസ്ഥയെ ആ ശത്രുക്കൾക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. അറബിയിൽ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ചുരുക്കി പറയാം. അദ്ദേഹം പറയാ, ഞാൻ കണ്ടത് മരണത്തെ, നമുക്ക് വേണ്ടിയുള്ള മരണം എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് മുഖങ്ങളെ ഞാൻ കണ്ടു. 300 പേരേ ഉള്ളൂ, വാളല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടത് മദീനയിൽ നിന്നും മരണത്തെ ചുമന്നു കൊണ്ടുവന്ന കുറച്ച് യസ്രിബി ഒട്ടകങ്ങളെയാണ്, ചില്ലറക്കാരെയല്ല. അദ്ദേഹം പറയാം, അവരിൽ ഒരാൾ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് നമ്മളിൽ ഒരാളെ കൊല്ലാണ്ട് അവർ മരിച്ചു വീഴില്ല, അത് ഉറപ്പാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ അവരുടെ അവസാനത്തെ ആൾ മരിക്കുമ്പോഴേക്കും നമ്മളിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? 350ഓളം പേര് അല്ലെങ്കിൽ 300 ചില്ലറ പേര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വീണിട്ടുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മുശ്രിക്കീങ്ങളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 1000 പേരിൽ 300 പേര് മരിച്ചാൽ അത് നമുക്ക് എത്ര വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് യുദ്ധം വേണോ വേണ്ടേ എന്ന് ഒന്നുകൂടി ആലോചിക്കാൻ വേണ്ടി ശത്രുക്കളോട് ഈ ഉമൈർ പറയും. ഇത് കേട്ട ഉടനെ ഉത്ബത്ത് ഇബ്നു അബി റബീഅ, ഈ ചുവന്ന ഒട്ടകത്തിൽ നിൽക്കുന്ന അവരുടെ നേതാവ്, തിരിഞ്ഞു നിന്നിട്ട് ശത്രുക്കളോട് ഒരു പ്രസംഗം നടത്തും. അപ്പോൾ റസൂലുള്ളാഹി സഹാബാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട്, അവർ സ്റ്റക്കാവുന്നു. ഈ ചുവന്ന ഒട്ടകം തിരിഞ്ഞു നിൽക്കുന്നു, എന്തോ പറയാൻ ശ്രമിക്കുന്നു. റസൂലുള്ളാഹി പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറയും. എൻ്റെ ശത്രുക്കളുടെ മുസ്ലിമുകളുടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം കേൾക്കാൻ പറ്റുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിനല്ലേ, ഹംസയോട് വരാൻ പറയും. ഹംസ റളിയല്ലാഹുവിനെ വിളിപ്പിച്ചിട്ട് ആരാ ചുവന്ന ഒട്ടകത്തിലെന്ന് ചോദിക്കും. അപ്പോൾ ഉത്ബത്ത് ഇബ്നു അബി റബീഅയാണ്. എന്താ അയാൾ പറയുന്നത്? അയാൾ മുശ്രിക്കീങ്ങളെ യുദ്ധത്തിൽ നിന്ന് തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയും. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ഇൻ യകുൻ ഫിൽ അഹദി ഖൈറുൻ ഫഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ. ആരുടെയെങ്കിലും അടുക്കൽ ഈ സമയത്ത് അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ ചുവന്ന ഒട്ടകത്തിൽ നിൽക്കുന്ന ആളുടെ അടുക്കലാണ്. ഇൻ യുതീഉഹു യുർഷിദു. ആ മുശ്രിക്കീങ്ങൾ ഈ ചുവന്ന ഒട്ടകത്തിൻ്റെ ആളെ അനുസരിച്ചാൽ അവരെല്ലാവരും രക്ഷപ്പെടും, അനുസരിച്ചില്ലെങ്കിലോ എല്ലാവരും തകർന്നു പോകും. ഈ ഉത്ബത്ത് റബീഅ തിരിച്ചു നിന്നിട്ട് മുശ്രിക്കീങ്ങളോട് പറയും, മുശ്രിക്കീങ്ങളെ വെറുതെ ഒരു യുദ്ധത്തിന്, മുശ്രിക്കീങ്ങൾ നല്ല സഹോദരങ്ങളെ, വെറുതെ ഒരു യുദ്ധത്തിന് വേണ്ടി പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം. നമ്മളെന്തിനാണ് നമ്മുടെ കുടുംബക്കാരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം? അഥവാ ഇനി നിങ്ങൾക്ക് ആൾക്കാരെന്തോ പറയുമെന്നുള്ളതാ പേടിയെങ്കിൽ എൻ്റെ പേര് പറഞ്ഞു, ഉത്ബത്ത് ഇബ്നു റബീഅ പറഞ്ഞിട്ടാണ്, ഉത്ബത്ത് ഇബ്നു റബീഅ ഭീരുവായതിൻ്റെ പേരിലാണ് നിങ്ങൾ തോറ്റു പോകുന്നത് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ യുദ്ധത്തിന് പോകരുതെന്ന് ആര് പറഞ്ഞു? ബുദ്ധിമാനായ ഈ നേതാവ് പറഞ്ഞു. അത്രയും ത്യാഗം അയാൾ ചെയ്തു. പക്ഷേ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഫിർഔൻ
കഠിന ശത്രു അബൂജഹൽ അത് സഹിച്ചില്ല. അവൻ എല്ലാവരുടെ മുമ്പിലും എഴുന്നേറ്റ് പരസ്യമായിട്ട് ഉത്ബത്ത് റബീഅയെ കളിയാക്കി. മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെയും കണ്ടപ്പം ഉത്ബയുടെ നരമ്പുകളും വയറുകളും പേടി കൊണ്ട് നിറഞ്ഞു. പേടി തൊണ്ടനാണ്, അതുകൊണ്ടാണ് അവൻ പിരിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് അയാളുടെ അഭിമാനം വ്രണപ്പെട്ടു. അയാൾക്കും തിരിച്ച് ദേഷ്യമായിട്ട് അയാൾ പറഞ്ഞു, സയ അല്ലമു യാ മുസഫിറ ഇസ്തിഹ്. മുസഫിറ ഇസ്തി എന്നെല്ലാം പറഞ്ഞാൽ പച്ചക്കുള്ള ഭയങ്കരമായ ചീത്തയാണ്. അബൂജഹലിനെ ഏറ്റവും അത് പള്ളിയിൽ അർത്ഥം വെക്കാൻ പോലും പറ്റാത്ത ചീത്ത, അത്രയും വലിയ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, ഈ പിന്നെ അന അംഹുവ, ഞാനാണോ അല്ല അവനാണോ ഭീരു എന്ന് നമുക്കിന്ന് കാണാം, ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ഈ ഉത്ബത്ത് റബീഅയും റിവേഴ്സ് അടിച്ച ഒട്ടകത്തെ വീണ്ടും തിരിച്ച് മുസ്ലിമീങ്ങളുടെ നേരെ തന്നെ നിർത്തി. അങ്ങനെ അന്നെങ്ങാണം ഇയാളുടെ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു യുദ്ധം തന്നെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ അബൂജഹലിൻ്റെ നിർബന്ധപ്രകാരം വീണ്ടും ആളുകൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി. സഹാബാക്കൾ പറയാം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടു പേർക്കും ഇരുപക്ഷത്തെയും വളരെ എണ്ണം കുറഞ്ഞതായി കാണിക്കപ്പെട്ടു. മുശ്രിക്കീങ്ങൾക്ക് മുസ്ലിമീങ്ങളെയും എണ്ണം കുറഞ്ഞതായി കാണിക്കപ്പെട്ടു, മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കീങ്ങളെയും എണ്ണം കുറഞ്ഞ. ഇത് യുരീക്കഹുമുല്ലാഹു ഫീമൻ വയുദ്രീകുമുഹും ഇദൽ തഖൈതും ഫീ അയുനികും ഖലീലൻ വയുഖല്ലിലുകും ഫീ അയുനിഹിം. മുശ്രിക്കീങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞതായിട്ട് കണക്കപ്പെട്ടത്? ഒരു സിമ്പിൾ സിറ്റി ആക്കാൻ വേണ്ടി, വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാണ്ട് യുദ്ധത്തിന് വരാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ അവർക്ക് കുറച്ചായിട്ട് കാണിക്കപ്പെട്ടു, മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കീങ്ങളെയും കുറച്ചായിട്ട് കാണിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ അടുത്തിരുന്ന സഹോദരനോട് ഞാൻ ചോദിച്ചു, അവരെത്ര പേരുണ്ടാവും? ഏകദേശം ഒരു 70 പേരുണ്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സഹോദരൻ പറഞ്ഞു, 70 അല്ലപ്പാ, ഒരു 100 ഉണ്ടാവും. അത്രയായിട്ട് അള്ളാഹു, അത്രയും ചുരുങ്ങിയതായിട്ട് അള്ളാഹു ഇവരുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാം, അതിനുശേഷം ഞങ്ങൾ അവരിൽ നിന്ന് ഒരു തടവുകാരനെ, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തടവുകാരനോട് നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പം 1000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എത്ര അന്ന് കാണിച്ചിട്ടുള്ളൂ? എൻ്റെ അഭിപ്രായത്തിൽ 70 പേരായിരുന്നു. എന്നെ തിരുത്തിയിട്ട് എന്നെ ശരി പറഞ്ഞു തന്ന സഹോദരൻ്റെ കണ്ണിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 100 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ട് സൈന്യവും മുമ്പിൽ വന്നു. ആദ്യമായിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോരാട്ടത്തിന് വേണ്ടി ചാടി ഇറങ്ങി വന്നത് അൽ അസ്വദ് ബിൻ അൽ അസദ് അൽ മഖ്സൂമി എന്ന് പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹു, അബൂ സലമയുടെ സഹോദരനായ അസ്വദ് ബിൻ അൽ അസദ് അൽ മഖ്സൂമി എന്ന് പറഞ്ഞൊരു മുശ്രിക്കുണ്ട്, വളരെ വൃത്തികെട്ടവനും മോശം സ്വഭാവക്കാരനോ. ഇയാളാണ് ആദ്യം ചാടി വന്നത്. അയാൾ ചാടി വന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ്, ഒന്നെങ്കിൽ അവരുടെ വെള്ളക്കെട്ടിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കും, അതല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് നേരെ ചാടി വീണ മാത്രയിൽ അയാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിംഹം ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ചാടി വീണു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി. ആദ്യത്തെ വെട്ടിൽ തന്നെ അയാളുടെ കണങ്കാല് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ഭാഗം ഹംസ റളിയല്ലാഹു അൻഹു വെട്ടി അരിഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു. രക്തമൊലിക്കുന്നു, അയാൾ മറിഞ്ഞു വീഴുന്നു. എന്നിട്ടും ഈ വൃത്തികെട്ടവൻ തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ മുട്ടിലഴിഞ്ഞുകൊണ്ട് വെള്ളക്കെട്ടിൻ്റെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹു രണ്ടാമതും വെട്ടി അദ്ദേഹത്തിൻ്റെ കഴുത്ത് അരിഞ്ഞ് കൊല ചെയ്യപ്പെട്ടു. ആദ്യത്തെ ആളും മരിക്കുന്ന ആളാരം മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലുള്ള അസ്വദ് ബിൻ അബ്ദുൽ അസദ് അൽ മഖ്സൂമി എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞ ഉടനെ ഉത്ബത്ത് ബിൻ അബീ റബീഅ, ഉത്ബ ആരോട് വാശി പിടിച്ചിട്ടാണ് യുദ്ധത്തിൽ വന്നേ? അബൂജഹലിനോട് വാശി പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ധൈര്യം കാണിച്ചു കൊടുക്കണം. അയാൾ ചാടി ഇറങ്ങി തൻ്റെ സഹോദരൻ ഷൈബ ഇബ്നു അബീ റബീഅയെ വിളിച്ചു. വലീദ് ബിൻ ഉത്ബ തൻ്റെ മകൻ വലീദിനെ വിളിച്ചു. സഹോദരൻ ഷൈബയും മകൻ വലീദിനെയും വിളിച്ചു. ഈ 3 പേരും മുന്നിലേക്ക് വന്നിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി, വ്യക്തിപരമായ പേഴ്സണൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് വരാം. അങ്ങനെയാണ് ഫസ്റ്റ് പണ്ട് കാലത്തെ യുദ്ധങ്ങൾ. ആദ്യം 2-3 പേര് പരസ്പരം യുദ്ധം നടത്തും, അതിനുശേഷമാണ് 2 സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുക. അപ്പോൾ ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് വെല്ലുവിളിച്ചു. കേൾക്കേണ്ട മാത്രയിൽ മരിക്കാൻ വേണ്ടി, ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന 3 ചെറുപ്പക്കാർ, അൻസാരി ചെറുപ്പക്കാർ ചാടി എഴുന്നേറ്റു. ഒന്ന് ഔഫ്, 2 മുഅവ്വിദ്, രണ്ടുപേരും സഹോദരന്മാരാണ്. ഹാരിസ് എന്ന് പറഞ്ഞ സഹാബിയുടെ മക്കളാണ്. അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, 3 സഹാബികൾ ചെറുപ്പക്കാർ ചാടി ഈ വലിയ ഖുറൈശി നേതാക്കളെ നേരിടാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉത്ബ ചോദിച്ചു, ആരാ നിങ്ങൾ? ഞങ്ങൾ അൻസാരികൾപ്പെട്ട ആളുകളാണ്, യോദ്ധാക്കളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്താ? ഉത്ബക്ക് എൻ്റെ ശക്തി അബൂജഹലിന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള, അതായത് ഞങ്ങളുടെ കുടുംബക്കാരായ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഞങ്ങൾക്ക് പറ്റിയ ആളുകളെ നിങ്ങൾ അയക്ക്, കുറച്ചും കൂടി പ്രായമുള്ള ആളുകളെ അയക്ക്, ഞങ്ങൾ അവരെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞു. അബൂജഹലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഈ സഹാബാക്ക് ചെറുപ്പക്കാരോട് തിരിച്ചു വരാൻ പറഞ്ഞു. എന്നിട്ട് ഉബൈദ ഇബ്നുൽ ഹാരിസ് ഇബ്നുൽ മുത്തലിബ്, റസൂലുള്ളാഹിൻ്റെ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബിന് ഹാഷിമിൻ്റെ സഹോദരനാണ് മുത്തലിബ്. ഈ മുത്തലിബിൻ്റെ പേരക്കുട്ടി ഉബൈദ ഇബ്നുൽ ഹാരിസ് അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ പറഞ്ഞു. ആരാ ഏറ്റവും പ്രായം കൂടുതൽ? ഈ ഉബൈദ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും പ്രായം കൂടുതലുള്ള സഹാബി.
ഈ 3 പേരും പോയി. അവിടുന്ന് 3 പേരും ഇങ്ങോട്ട് വന്നു. ഉബൈദ ബിൻ ഹാരിസ നേടുന്നത് ഈ ഉത്ബ ഇബ്ൻ അബി റബിയ, ഹിന്ദിന്റെ വാപ്പ റളിയല്ലാഹു അൻഹു, ഹിന്ദിന്റെ വാപ്പയെ ആണ് ഉബൈദ ബിൻ ഹാരിസ നേരിടേണ്ടത്. അലി റളിയല്ലാഹു അൻഹു അയാളുടെ മകൻ വലീദിനെയാണ് നേരിടേണ്ടത്. ഹംസ റളിയല്ലാഹു അൻഹു അയാളുടെ സഹോദരൻ ഷൈബയാണ് നേരിടേണ്ടത്. 3 പേരും തുല്യമായിട്ട് ഇങ്ങനെ നിന്നും യുദ്ധം തുടങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു ഫസ്റ്റത്തെ ശ്രമത്തിൽ തന്നെ തൻ്റെ എതിരാളിയായ ഷൈബയെ കൊന്നു. അലി റളിയല്ലാഹു അൻഹു ഫസ്റ്റത്തെ ശ്രമത്തിൽ തന്നെ തൻ്റെ എതിരാളിയായ വലീദിനെ കൊന്നു. മൂന്നാമത്തെ ഉബൈദ ബിൻ ഹാരിസും ഉത്ബ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല കേട്ടോ, അറബികളുടെ ഖുറൈശികളുടെ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, ഹിന്ദിൻ്റെ വാപ്പയോ, അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളുകൾ തമ്മിൽ മുട്ടിച്ച് യുദ്ധം ചെയ്തു. 2 പേരും വെട്ടിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്ബയുടെ കാലും വെട്ടി, ഉത്ബ തിരിച്ച് ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലും വെട്ടി. 2 പേരുടെയും കാല് ഛേദിക്കപ്പെട്ടു, 2 പേരും മറിഞ്ഞു വീണു. ആ സമയത്ത് തന്നെ അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു അവരുടെ കാര്യം തീർത്തിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും വന്ന് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കുകയും ഉത്ബ ഇബ്ൻ അബി റബിയ എന്ന് പറഞ്ഞ ആ മുശ്രിക്കിനെ കൊല്ലുകയും ചെയ്തു. പാവം ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ രക്തമൊലിക്കുന്ന കാലുമായി, മുറിച്ചു മാറ്റപ്പെട്ട കാലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അതിനുശേഷം ഏകദേശം 5 ദിവസം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഉബൈദ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം 14 ശുഹദാക്കളിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ടോട്ടൽ എത്ര പേര് മരിച്ച്? മുശ്രിക്കുകളിൽ നിന്ന് എത്ര പേര് മരിച്ച്? 4 പേര് മരിച്ചു. മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാൾക്ക് മാരകമായ പരിക്കേറ്റ, അപ്പം മരിക്കുന്നില്ല, പിന്നീട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം പിന്നെ ശത്രുക്കൾക്ക് മുറിവേറ്റ സിംഹത്തെ പോലെ അവരിങ്ങനെ കിട്ടുകിട്ടാ വറക്കാൻ തുടങ്ങി. എല്ലാവർക്കും പ്രതികാരദാഹം ആളിക്കത്തി. മുഴുവൻ ആളുകളും ഒന്നിച്ച് യുദ്ധത്തിന് വേണ്ടി വരാൻ റസൂലുള്ളാഹി ടെൻറ്റിൽ നിന്നുകൊണ്ട് നിർദ്ദേശം കൊടുത്തു, ആരും അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യരുത്, ഇങ്ങോട്ട് വന്നാൽ അക്രമം തടഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്രമശൈലി എന്ന് പറഞ്ഞു. അവരെല്ലാവരും ചാടി ഓടി റസൂലുള്ളാഹിൻ്റെയും സഹാബാക്കളുടെയും നേരെ ഇരമ്പിയെടുത്തു. അവരുടെ കൂട്ടത്തിൽ അമ്പെയ്ത്തുകാരായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അമ്പെയ്ത്തിൽ നല്ല പ്രാധാന്യമുള്ള, അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 2 പേര് മരണപ്പെട്ടത് ഈ അമ്പ് കൊണ്ടിട്ടാണ്. ചറവറേന്ന് അവരിങ്ങനെ അമ്പ് എറിയുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ഷഹീദായ ആൾ മിഹ്ജ മൗല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോചിപ്പിക്കപ്പെട്ട അടിമ മിഹ്ജ എന്ന് പറഞ്ഞ ഒരു സഹാബിയാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് കൊല ചെയ്യപ്പെട്ടത്. രണ്ടാമതായിട്ട് അൻസാരികളിൽ നിന്ന് ആദ്യമായി കൊല ചെയ്യപ്പെട്ടത് ഹാരിസ ഇബ്നു സുറാഖ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. 17-18 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം യുദ്ധത്തിൽ പോരാട്ടത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല, മറിച്ച് നല്ലാറ എന്ന് പറഞ്ഞൊരു കൂട്ടത്തിലുണ്ടായിരുന്നു. നല്ലാറ എന്ന് പറഞ്ഞാൽ ഈ കുന്നിലും മറ്റും കയറിയിട്ട് മുശ്രിക്കീങ്ങളുടെ നീക്കത്തെ വീക്ഷിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു. നീക്കത്തെ വീക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചൊരു ടീമുണ്ട്. ആ ടീമിൽപ്പെട്ട ആളായിരുന്നു ഈ പാവപ്പെട്ട ഹാരിസ ഇബ്നു സുറാഖ. അദ്ദേഹം അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് ഈ ബദറിലെ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നായിരുന്നു. പാവം പോരാട്ടത്തിന് വേണ്ടി പങ്കെടുത്തതല്ല, പക്ഷേ അവരുടെ തുരുതുരയെന്ന് വരുന്ന അമ്പയത്തിൽ നിന്ന് ഒരമ്പ് കൊണ്ടിട്ട് ഈ പാവപ്പെട്ട സഹാബി, 17-18 വയസ്സുള്ള ചെറിയ പ്രായക്കാരനെ ആ സഹാബി മരണപ്പെട്ടു പോയി. പിന്നീട് മദീനത്ത് എത്തിയിട്ട് ഈ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ റസൂലുള്ളാഹിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഹാരിസയെ പറ്റി അങ്ങയോട് ചോദിക്കാനുണ്ട്. കാരണം അവന് യുദ്ധത്തിൽ പോരാട്ടം ചെയ്തിട്ട് മരിച്ചതല്ല, വെള്ളം കുടിക്കാൻ വന്നപ്പോൾ മരിച്ചതാണ്. അപ്പോൾ പലതും പറയുന്നു, അവൻ അഥവാ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കും, എനിക്കൊരു വിഷയമല്ല. പക്ഷെ അവൻ അഥവാ സ്വർഗത്തിലല്ല, ഷഹാദത്തിനുള്ള ഭാഗ്യം അവന് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ഇന്ന് എന്തു ചെയ്യൂ എന്നുള്ളത് അള്ളാഹു കാണും. ഞാൻ കരയും, ഒച്ച വെക്കും, എൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെ ഞാനിവിടെ പ്രകടിപ്പിക്കും. ആ സമയത്ത് മയ്യത്തിൻ്റെ മേൽ കരയുന്നത് ഹറാമായിരുന്നില്ല, ഒച്ച വെക്കുന്നത് ഹറാമായിരുന്നില്ല. ഒച്ച വെക്കുകയും വസ്ത്രം കീറുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി അവരോട് ചോദിക്കുന്നുണ്ട്, അവ ഹുബിൽറ്റി, ഉമ്മു ഹാരിസ, നിനക്കെന്താ ബുദ്ധി നഷ്ടപ്പെട്ടോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്താണ് വിചാരിച്ചത്? അഹിയ ജന്നത്തുൻ വാഹിദ, ഈ സ്വർഗം എന്നാൽ ഒറ്റ സ്വർഗം എന്നാണോ നീ വിചാരിച്ചത്? ഇന്നഹ ജനാനുൻ സമാനിൻ, 8 സ്വർഗങ്ങളുണ്ട്. സ്വർഗം തന്നെ 8 റേഞ്ചിലുള്ള സ്വർഗമുണ്ട്. നിന്റെ മകൻ അൽ ഫിർദൗസിൽ അഅല, ഏറ്റവും ഉയർന്ന ഫിർദൗസുൽ അഅലയിലാണ് നിന്റെ മോൻ അള്ളാഹു സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു പോരാട്ടി മരിച്ച സഹാബിയല്ല, മറിച്ച് ഒരു ശത്രുക്കളുടെ നീക്കത്തെ നോക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആൾ മരണപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഫിർദൗസുൽ അഅലയിൽ ഉയർന്ന സ്ഥാനത്ത് അല്ലാഹു അദ്ദേഹത്തെ ഇരുത്തിയെങ്കിൽ ബാക്കി പോരാടി മരിക്കുന്ന ആളുകളുടെ ത്യാഗത്തെക്കുറിച്ച് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊന്ന് നോക്കിയത്. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാവരും പിന്നെ പരസ്പരം കൂട്ടിമുട്ടിയപ്പോൾ റസൂലുള്ളാഹി യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. മുസ്ലിമീങ്ങളുടെ അന്നത്തെ പിന്നെ എന്താ പറയുക, നമ്മൾ വിളിച്ചു പറയുന്നതിന് എന്താ പറയുക, അല്ല, അഹദുൻ അഹദ് എന്നതായിരുന്നു മുസ്ലിമീങ്ങളുടെ അന്നത്തെ നമ്മൾ മുദ്രാവാക്യം. അതന്നെ,
ധീരാ നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്നൊക്കെ നമ്മൾ പറയില്ല. അതേപോലെ മുസ്ലിമീങ്ങളുടെ അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? അഹദുൻ അഹദുൻ. എല്ലാവരും ആരെ പറഞ്ഞ വാക്കാ പണ്ട്? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പണ്ട് പറഞ്ഞ വാക്കാത്. മുസ്ലിമീങ്ങളുടെ ബദറിലുള്ള മുദ്രാവാക്യം അഹദുൻ അഹദ്. അതും മുസ്ലിമീങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി സഹായിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും പറഞ്ഞു. നബിതങ്ങൾ അപ്പോഴും അരീശിൽ തന്നെ ഉള്ളത്, ടെൻറ്റിൽ തന്നെ ഉള്ളത്, റസൂലുള്ള പുറത്തു വന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് നിർദ്ദേശം നൽകി സഹാബാക്കളെ പല കാര്യങ്ങളും പറഞ്ഞ് ആവേശം കയറ്റി അവർ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളോളം വലുപ്പമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങളിതാ ഓടിയടുക്കൂ, അള്ളാഹു നിങ്ങളെ മാടി വിളിക്കുന്നു, സ്വർഗം തയ്യാറാക്കി വെച്ച് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഉമൈർ ഇബ്നുൽ ഹമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇത് കേട്ടിങ്ങനെ ആവേശം കയറിയിട്ട് ബഹിൻ ബഹിൻ യാ റസൂലല്ലാഹ്, നബിയെ മതി മതി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിന്നിങ്ങനെ ബഹിൻ ബഹിൻ എന്താ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാ അൻ അകൂന മിൻ അഹ്ലിയ, എനിക്ക് ആ സ്വർഗത്തിൻ്റെ അഹ്ലിൽകാരിൽ പെട്ടവനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി അൻത മിൻ അഹ്ലിഹ, നീ ആ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ പെട്ടവനാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ആ സഹാബി രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്പ് വെക്കുന്ന പാത്രത്തിനുള്ളിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം എടുത്ത് തിന്നിട്ട് അതിൻ്റെ ശക്തിയും പ്രാപിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഈത്തപ്പഴം എടുത്ത് ഇങ്ങനെ തിന്നാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലഇൻ അന ഹൈതു ഹത്ത ആകുല തമറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ തവീല. ഈ ഈത്തപ്പഴം തിന്ന് തീരുന്നത് വരെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ദീർഘമായ ഒരു ജീവിതമായി പോകും. അതിനുവേണ്ടി പാഴാക്കാനുള്ള സമയമൊന്നും എൻ്റെ അടുക്കലില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് മരിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞ ആ സ്വർഗം നേടിയെടുക്കണമെന്ന് അദ്ദേഹം പറയുകയും കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പഴം ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ശത്രുക്കളുടെ ഇടയിലേക്ക് നുഴഞ്ഞ് കയറി പോരാടി അദ്ദേഹവും ഷഹാദത്ത് വരിക്കുകയും ചെയ്തു റളിയല്ലാഹു അൻഹു വറളിയല്ലാഹു. അപ്പോൾ ഏകദേശം 14 പേരാണ് ഷഹാദത്ത് വരിച്ചത്. അതിൽ പലരുടെയും ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഒരു സഹാബി ആരാ? നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബി ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അല്ലേ? അദ്ദേഹം പിന്നെ രണ്ടാമത് ഉപ്പയും മോനും പോയി മകൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, സഅദ് ഇബ്നു ഖൈസമ, രണ്ടാമത്തെ ഷഹീദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ മിഹ്ജ മൗല ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഉമ്മയുടെ മകൻ അല്ലെ ഹാരിസ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആദ്യം ദ്വന്ദ്വ യുദ്ധത്തിന് പോയി പിന്നീട് 5-6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ച സഹാബി. ഇങ്ങനെ 14 പേരിൽ കുറച്ച് ആൾക്കാരുടെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ 2 സൈന്യവും ചെറുതായിട്ട് പരസ്പരം കാണിക്കപ്പെട്ടെങ്കിലും യുദ്ധം തുടങ്ങിയതിന് ശേഷം ശത്രുക്കൾക്ക് അവരെക്കാൾ 2 ഇരട്ടിയായിട്ട് മുസ്ലിമീങ്ങൾ അള്ളാഹു കാണിപ്പിച്ചു കൊടുത്തു. അതും സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മിസ്ലൈഹിം റഅയൽ ഐൻ, ശത്രുക്കളെ ഏതാളുള്ള 1000 പേരുള്ള, എന്നാൽ മുസ്ലിമീങ്ങൾ 3000-ഓളം പേരുള്ളതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ കണ്ണിൽ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുക്കപ്പെട്ട ടെൻറ്റിൽ ഇരുന്നു കൊണ്ട് ശക്തമായി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് മുഴുവനും എനിക്ക് നടപ്പിലാക്കി തരണേ. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ് ഫിൽ അർളി അബദ. ഈ ഒരു ചെറിയ സംഘമങ്ങാണം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ ഒരിക്കലും നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം കേട്ട ഉടനെ, ആ സന്തോഷ വാർത്ത കിട്ടിയ ഉടനെ റസൂലുള്ളാഹി ചരിത്രത്തിൽ പറയാം, ഒരു പടയങ്കിയും ധരിച്ചുകൊണ്ട് ടെൻറ്റിൽ നിന്ന് ചാടി രണാങ്കണത്തിലേക്ക് ഓടി ഇറങ്ങിയെന്ന്. ആ കൂട്ടം ഇന്ന് തോൽപ്പിക്കപ്പെടുകയും അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യുമെന്ന സൂറത്തുൽ ഖമറിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി ഒരു പടയങ്കി ധരിച്ച് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ശത്രുക്കളുടെ നേരെ ഇരുമ്പിപ്പോയി. അതിനുശേഷം റസൂലുള്ളാഹി കാഴ്ചവെച്ച പോരാട്ടം വല്ലാത്തൊരു പോരാട്ടമായിരുന്നു. അലി റളിയല്ലാഹു പറയാ, ഞങ്ങൾ അന്നത്തെ ദിവസം റസൂലുള്ളാഹിൻ്റെ ബാക്കിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമായിരുന്നു. പേടി വരുന്ന സമയത്ത്, ശത്രുക്കൾ ഇങ്ങോട്ട് ഇരമ്പി വരുന്ന സമയത്ത് റസൂലുള്ളാഹി ശക്തമായി പോരാടുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ബാക്കിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമായിരുന്ന. വഹുവ അഖറബുനാ ഇലൽ അദു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശത്രുക്കളുമായി ഏറ്റവും അടുത്തിരുന്ന ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വകാന മിൻ അശദ്ദിന്നാസി യൗമഇദിൻ ബഅസൻ, അന്നേ ദിവസം ഏറ്റവും ശക്തി കാണിച്ചതും അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നീങ്ങുന്നത്. നമ്മളെപ്പോഴും വിചാരിച്ചേക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി വരുന്ന ആളെന്നാണ്. ബദർ യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ വിചാരിച്ചത് എന്താ? അവിടെ ഒരു ടെൻറ്റിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആരാ? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധീരശാലിയായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾക്ക് പേടി വരുമ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിനെ വെക്കല്ലേ, നമ്മൾ ഒരു പാമ്പിനെ കാണാൻ അല്ലെങ്കിൽ ഒരു പശുവിനെയൊക്കെ കാണാൻ വേണ്ടി കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുട്ടികൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചൊളിച്ചിരിക്കുമല്ലേ പേടിച്ചിട്ട്, അതുപോലെ റസൂലുള്ളാഹിനെ ബാക്കിൽ ഞങ്ങൾ
ഒളിച്ചു നിൽക്കുമായിരുന്നു, മറയാക്കി വെക്കുമായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിനുശേഷമാണ് അള്ളാഹു നബി തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ മലക്കുകൾ ബദറിൽ ഇറങ്ങുന്നത്. അതിനെക്കുറിച്ചും അതിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള സംഭവങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കുവാനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണോ ഈ ക്ലാസ് കൊണ്ടൊക്കെ ലക്ഷ്യമാക്കപ്പെടുന്നത് ആ മുഴുവൻ ലക്ഷ്യങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമുക്ക് റസൂലുള്ളാഹിനോടും സഹാബാക്കളോടൊക്കെയുള്ള പൂർണ്ണമായ മുഹബ്ബത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ സന്തോഷത്തോടുകൂടി അവരുമായി ഒത്തൊരുമിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.